ഹായ്. ഞാൻ ഈ സോഫ്റ്റായിട്ട് ദോശയ്ക്ക് ഇഡ്ഡലിക്കുള്ള മാവ് തയ്യാറാക്കാനായിട്ട് ചെയ്യുന്നത്, 1 ഗ്ലാസ് പച്ചരിയിൽ 1 ഗ്ലാസ് റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പുഴുക്കലരി, 1/2 ഗ്ലാസ് ഉഴുന്നും ഇട്ട് കുറച്ച് ഉലുവായും ചേർത്ത് ആട്ടിയെടുക്കുക. അതാണ് ഈ മാവ്. നല്ല സോഫ്റ്റ് മാവ് കിട്ടുക. അത് 12 മണിക്കൂർ പുളിപ്പിച്ചെടുത്തിട്ട് അതിൽ ദോശയുടെ പരുവത്തിൽ വെള്ളം ചേർത്ത് ഇതുപോലെ ഞാൻ കോരി ഒഴിച്ച് നല്ല സോഫ്റ്റായ ദോശ ചുട്ടെടുക്കും. അതിൻ്റെ മാവിൽ നിന്ന് തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ മാറ്റി വെച്ചിട്ട് മോന് ഇഷ്ടമാണ് കുറച്ച് ക്യാരറ്റ്, അത് കുറച്ച് സവാള അരിഞ്ഞത്, കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് മൂന്നും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലി തട്ട് എടുത്തിട്ട് കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഈ വെജിറ്റബിളിൻ്റെ മിക്സ് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് വീണ്ടും മാവ് വെച്ച് ഫില്ല് ചെയ്ത് അങ്ങനെ ഒരു തട്ടുണ്ടാക്കും. നമ്മളെ വീട്ടിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് കൊടുത്തു വിടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ കൂടുതൽ ഇഷ്ടമായിരിക്കും. ഇങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ അല്ലാതെ ആ വെജിറ്റബിൾസ് എല്ലാം കൂടെ മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് മാവായിട്ട് കോരി വയ്ക്കുക. അടുത്ത തട്ടിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു തട്ടിൽ മാവായിട്ട് കോരി വയ്ക്കും, എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് കോരി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. നല്ല സോഫ്റ്റായ ഇഡ്ഡലി തന്നെയാണ് കിട്ടുന്നത്. മാവ് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചായിരിക്കണം മാവ് അരയ്ക്കേണ്ടത്. നന്നായിട്ട് അരയും, നല്ല സോഫ്റ്റും ആവും. ഇങ്ങനെ ചുട്ടെടുത്ത ഇഡ്ഡലി ഇങ്ങനെ വരും. മിക്സ് ആക്കുന്നത് ഇങ്ങനെയും വരും, അല്ല നടുക്ക് ഫില്ല് ചെയ്യുന്നത് ഇതേപോലെയും വരും. കാണാനും ഭയങ്കര ഭംഗിയാണ്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. ഞാനതിങ്ങനെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കരമായ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ, കമൻറ്റ് പറയണേ, ഷെയർ ചെയ്യണേ.